ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീക്കുണ്ണി ആദ്യം ട്യൂബ് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നൊരു ചൂടൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ടേ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരെ മാറ്റി കടത്തിന്ന്. പക്ഷെ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ലൈറ്റിൻ്റെ ചൂട് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഇങ്ങനെ ഒരു അട്ടപ്പെട്ടിയുടെ ഒരു കഷ്ണമൊക്കെ ഇങ്ങനെ നെടുക വെച്ച് ഈ ഒരു കൂടിനെ തന്നെ നമ്മൾ 2 ഭാഗമാക്കി പിരിച്ചിരിക്കുകയാണ്. കിട്ടു എന്തുറക്കാത് പാല് വയ്ക്കണ്ടേ കുഞ്ഞാ? പാല് വയ്ക്കണ്ടടാ. കിട്ടൂനാണ് കുറച്ചൊരു വയ്യാത്ത മാരിയൊക്കെ ആയിട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ. പക്ഷെ ഇപ്പോൾ ഒത്തിരി ഭേദമുണ്ട്, ശരിയായിക്കോളും. എണീറ്റ് ഉടനെ ഉണ്ണികളായിട്ട് കണ്ട് അവറ്റങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് കാണുമ്പോഴേ എനിക്കൊരു സമാധാനം. അപ്പോൾ എണീറ്റ് ഉടനെ വിറ്റങ്ങളെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി. പിന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കയറിയ ഉടനെ നമ്മളെ ജനലട് തുറന്നിടും. അതാണല്ലോ നമ്മളുടെ അടുക്കളയിൽ കയറിയ കഴിഞ്ഞാലുള്ള ആദ്യത്തെ ആചാരം. അപ്പോൾ നല്ല കൂരിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ അടുക്കളയിൽ പണിയെടുക്കാൻ തുടങ്ങിയില്ല. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ അധികവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നേരം ഇത്തിരി ഒന്ന് വെളുത്തതിന് ശേഷമാണ് അരിയൊക്കെ അടുപ്പത്തിടാൻ നിൽക്കുന്നത് കേട്ടോ. ഇന്നലെ പ്രതീക്ഷിക്കാതെ ഒരു ചാറ്റൽ മഴ ഉണ്ടായി. അതുകൊണ്ട് തന്നെ മുറ്റത്ത് ഉണക്കായിട്ടിട്ടുണ്ടായിരുന്ന എൻ്റെ വിറകൊക്കെ നനഞ്ഞു. പക്ഷേ ഈ കവുങ്ങിൻ്റെ കഷ്ണങ്ങളാവുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത്തിരി നനവുണ്ടെങ്കിലും ഇത്തിരി നാട് കത്തിപ്പിടിച്ചാൽ അങ്ങനെ അത് കത്തിക്കോളും അത്. അപ്പോൾ ഞാനിങ്ങനെ അരിയടുപ്പത്തിടാൻ വേണ്ടി തീയൊക്കെ പൂട്ടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ ചോറും ചുക്കുവെള്ളവും അടുപ്പത്ത് തന്നെ അങ്ങോട്ട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ചോറും ചുക്കുവെള്ളം ഒക്കെ ഗ്യാസുമേ കൊണ്ട് ഗ്യാസ് പെട്ടെന്ന് തീരുകയാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ കുക്കിങ്ങിൻ്റെ സിസ്റ്റം ഒന്ന് മാറ്റി നോക്കുകയാണ്. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, തൊടിക്കൂടെ വർഗമുണ്ട്. അപ്പോൾ പിന്നെ ചോറും ചുക്കുവെള്ളമോ അതുപോലെ ചപ്പാത്തി ദോശ അങ്ങനത്തെ ടിഫനൊക്കെ അടുപ്പത്ത് തന്നെ ആക്കാൻ പറ്റിച്ചാൽ ഗ്യാസ് കുറേ നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ ഞാൻ കലണ്ടറിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് വെച്ചത്. ഒരു 1.5 മാസം 2 മാസമെങ്കിലും ഗ്യാസ് വെച്ചിട്ട് ഗ്യാസ് നിന്നാൽ മതിയായിരുന്നു. സാധാരണ എനിക്ക് 1 മാസം 1.25 മാസം അത്രയ്ക്കാണ് ഗ്യാസ് നിൽക്കുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ അടുപ്പത്തന്നെ എല്ലാം ആക്കണത്. ചിലപ്പോൾ ഒക്കെ കറക്റ്റ് 1 മാസം നമ്മൾ വെച്ച ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഗ്യാസ് കുറ്റി കാലിയാവും. അപ്പോൾ ഇത്തവണ ഞാനത് എങ്ങനെ ഗ്യാസ് ലാഭിക്കാം എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് കേട്ടോ. വിജയിക്കുമെന്ന് നോക്കട്ടെ. അടുത്ത കുട്ടി ഗ്യാസ് വെക്കുമ്പോൾ ഞാൻ പറയാം എത്ര നാൾ ഗ്യാസ് പിടിച്ച് നിർത്താൻ പറ്റി എന്നുള്ളത്. ഗ്യാസ് കുറ്റി കേട്ടോ. ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചിലവർ കമൻറ്റിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞാണ് ഗ്യാസും കുറ്റി സിലിണ്ടർ. ഓക്കെ, അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒന്നാമതാണ് എന്ന് എൻ്റെ വ്ളോഗുകൾ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് അറിയൂലേ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മാറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂട്ടുകാരായാലും ചേച്ചിമാരായാലും ഒക്കെ കമൻറ്റിലും അതുപോലെ വാട്സപ്പിൽ നമുക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പൊട്ടത്തരാടി പെണ്ണേ ഈ പറയണത്, ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കേണ്ടതിനെ. പക്ഷെ ആ നേരത്തെ അതൊന്നും കത്തൂല. ബൾബ് കത്താൻ ഇത്തിരി സമയം പിടിക്കും. പക്ഷെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകുറ്റങ്ങളും പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ മാറ്റി ശരിയാവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ശ്രമിക്കും. നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറയണതിലും ചെയ്യുന്നതിലൊക്കെയുള്ള മിസ്റ്റേക്സ് എപ്പോഴും നല്ലതാണ്. തെറ്റുകളെല്ലാം തിരുത്തി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ അച്ഛനും മക്കളും കോലായത്ത് കടന്ന് സിനിമയൊക്കെ കണ്ട് കുറേ ലേറ്റ് ആയിട്ടാണ് കടന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ പഠിക്കാൻ എണീക്കുകയേ ചെയ്തില്ല. പഠിക്കൊന്നുമല്ലല്ലോ, സമ്മതപത്രം എഴുതി മുമ്പരേ ടൂറ് പോവാണ് കേട്ടോ. ബാംഗ്ലൂര്, മൈസൂര് അവിടെയൊക്കെയാണ്. അപ്പം അതിനുള്ള സമ്മതപത്രമൊക്കെ എഴുതിയും കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒപ്പിട്ട് കൊടുക്കണമല്ലോ. അതാണ് നേരം വിളിച്ചാകുമ്പോൾ എണീറ്റ് ചെയ്യണത് കേട്ടോ. നമുക്ക് ടിഫൻ ചപ്പാത്തിയും അതുപോലെ മസാലക്കറിയാണ്. മസാലക്കറി റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് തവണ കാട്ടിയാണ്. പക്ഷെ ചിലപ്പോൾ ഞാനിങ്ങനെ മസാലക്കറി വേറെ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുക കേട്ടോ.
സാധാരണയ്ക്ക് ഭൂരിക്കും ചപ്പാത്തിക്കൊക്കെ രമേശേട്ടനാണ് കുഴച്ച് തരല് കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ തന്നെ ആക്കിക്കോളാന്ന് പറഞ്ഞാണ് ഏട്ടൻ അങ്ങനെ മണ്ഡപത്തിക്കും പോയിട്ടുണ്ട്. ഞാൻ കുഴച്ച് വെച്ച മാവാണ് ഇതിവൻ കുഴച്ച് വെച്ചല്ല കേട്ടോ. പക്ഷേ ഈ ഗോതമ്പ് മാവയിൽ കളിക്കാൻ ഇവിടെ ഏട്ടനും അനിയനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിക്കോട്ടെ, സ്മൂത്ത് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് മാവ് എടുത്തിട്ട് വീണ്ടും അതിൽ നല്ല കളിയിലാണ്. ഞാനാണെങ്കിൽ കൊടുക്കുകയും ചെയ്യും. ഉണ്ണിയോട് ഇത്തിരി നേരം കഴിയുമ്പോൾ കളിച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവുകയേ ചെയ്യുള്ളൂ. എന്തായാലും ഗോതമ്പ് മാവിൽ കളിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് കേട് വരുമല്ലോ. അപ്പോൾ അവൻ്റെ ആറാട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി നല്ല സ്മൂത്തായി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി സോഫ്റ്റ് ആവാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. ചപ്പാത്തി മാവ് നമ്മൾ കുഴച്ച് വയ്ക്കുക. എന്നിട്ട് വീട്ടിൽ എത്ര കുട്ടികളുണ്ട് അത്രയും കുട്ടികൾക്ക് അത് കളിക്കാൻ കുറച്ച് നേരം അവിടെ കൊടുക്കുക. അവരുടെ ആറാട്ട് കഴിയുമ്പോഴത്തേക്കും മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഇവനാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, മാവ് ഇട്ടിട്ട് കുത്തിയിട്ടും തല്ലിയിട്ടും ഒക്കെയാണ് കളിക്കുമെങ്കിൽ ചെറുതിന് വേറെ രീതിക്കാണ് കളി. അവൻ ഇതും വെച്ചിട്ട് രൂപങ്ങൾ ഉണ്ടാക്കും. അതാണ് ഇത്തിരി ഒരു പ്രശ്നം. അവൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മാവിൻ്റെ ക്വാണ്ടിറ്റി കുറയും. മസാലക്കറി വറുത്തിടുമ്പോൾ ഞാൻ ചിക്കൻ മസാലപ്പൊടിയാണ് അധികം ഇടാറ്. അപ്പോൾ ഇന്ന് ചിക്കൻ മസാലപ്പൊടി ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഗരം മസാല ഇട്ടു. ഗരം മസാല ഇവിടെ അത്ര വലിയ പിടുത്തമില്ല കേട്ടോ ആർക്കും. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചപ്പട്ടാണിയും ക്യാരറ്റും കിഴങ്ങും ഒക്കെ വേവിച്ച ആ ഒരു കൂട്ടിലോട്ട് അതുകൂടെ തട്ടിക്കൊടുക്കുക. പൊടികളൊക്കെ ഞാൻ പച്ചപ്പട്ടാണിയിൽ തന്നെ ആദ്യം ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചേട്ടോ. ഇനി ആ ഒരു തേങ്ങാരപ്പം ഒന്ന് തിളച്ച് കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഞാൻ നല്ലോണം കട്ടയാക്കണില്ല, ചപ്പാത്തിക്കൊന്ന് മുക്കി കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. എപ്പോഴത്തെയും പോലെ തന്നെ കറി തിളച്ച് കുറുകി വന്നപ്പോഴത്തേക്കും ഒട്ടും വെള്ളമില്ലാണ്ട് ഇത്തിരി കട്ടയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. മുന്നേയൊക്കെ ആദ്യം രാവിലെ അടുക്കിപ്പെറുക്കുക, അടിച്ചു വാരി തുടയ്ക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് സഹായിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഉണ്ണി അടുക്കി പെറുക്കിയിടും. പിന്നെ അടിച്ചോളിലും തുടക്കലൊക്കെ ഞാൻ തന്നെയാണ് ആക്കാറ്. അപ്പോൾ അവന് രാവിലെ ഇഷ്ടംപോലെ സമയമാണ് ഈ തുടക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ കിച്ചണിൽ ഇത്രയേറെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞ് കൂടിയിരിക്കുകയാണ്. സാധാരണ തേങ്ങ ചിരകി തരും കറിയിലേക്കൊക്കെ, അങ്ങനെ ചെയ്യാറുള്ളൂ. ഇതുപോലെ ചപ്പാത്തി പൂരിയൊക്കെ ആണെങ്കിൽ രണ്ടുപേരും കൂടും. അതുപോലെ നൂലുപുട്ടൊക്കെ പീച്ചാണെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ മക്കളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാത്ത അമ്മയല്ല ഞാൻ. നിർബന്ധിച്ചല്ലെങ്കിലും കണ്ടിറങ്ങി ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഏകദേശം ഏട്ടൻ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒന്നും ഏട്ടൻ ഒന്നിനും കൂടൂല. എന്നുവെച്ചാൽ ഏട്ടൻ പറയും ഉണ്ണൂരുടെ അടുത്ത് കൂടാനായിട്ട്. എന്താ അവർക്ക് ഉണ്ടാക്കും പണി, അമ്മേനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. മുന്നേയൊക്കെ അവരുടെ ചെറുപ്പവും കുട്ടിക്കാലമൊക്കെ അങ്ങനെയായിരുന്നു, അമ്മയൊക്കെ സഹായിക്കുന്ന മാതിരി. അപ്പോൾ അവരെ പോലെ തന്നെ മക്കളും ആവട്ടെ എന്നുള്ളൊരിത് അവർക്കും ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ വെച്ചാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല അടുക്കള പണി എന്നുള്ളത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് അടുക്കള പണിയൊക്കെ. ഞാൻ ഒരു നേരം ഇല്ലെങ്കിലും എൻ്റെ ഉണ്ണിയോട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഓർക്ക് തന്നെ അത്യാവശ്യം അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ കാരണം കൊണ്ട് ആരും ബുദ്ധിമുട്ടില്ലല്ലോ. ഓർക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനും വീടും കൂടിയൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കാനും ഒക്കെ ഓരെന്നെ പ്രാപ്തരാവണം. അതെൻ്റെ ചെറിയൊരു വാശിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു നേരം വീട്ടിലില്ലെങ്കിലും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. എന്നുവെച്ചാൽ അവരെന്നെ വീടൊക്കെ അടുക്കി പെറുക്കി നേരെയാക്കി വയ്ക്കും. അതുപോലെ ഇപ്പോൾ തൽക്കാല വിശപ്പൊക്കെ ഒന്ന് മാറ്റാൻ പുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു മാഗി ഉണ്ടാക്കുക, കോഴിമുട്ട ഉണ്ടാക്കുക ഒക്കെ ചെയ്യും രണ്ടാളും കൂടെ. അപ്പോൾ അച്ചൂസ് വരെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഓംലേറ്റൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും അത്ര മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് ഇപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്, ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ പണിയെടുപ്പിക്കേണ്ടതുണ്ടോ എന്നൊക്കെ തോന്നും. ഇതൊക്കെ ഇത്തിരി തന്നെയാകുമ്പോൾ അങ്ങോട്ട് പടിഞ്ഞോളും. അതിനിപ്പോൾ അമ്മമാർ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടെന്ന് പറയുന്നവരേനെയും എനിക്കറിയാം. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അവനവൻ്റെ മക്കളെ വളർത്തുന്ന ഇഷ്ടം അങ്ങനെ വളർത്തുക. ഞാനെപ്പോഴും വിചാരിക്കുന്നത് എന്താ അറിയോ, നമ്മളെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മാതിരിയാണ് നാളെ അവരൊരു കുടുംബം നടത്താൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കയറ്റാണ്ടേയും ഇച്ചിരി പാത്രം കഴിക്കാണ്ടേയും നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ നാളെ മറ്റന്നാൾ ഓരോ ഭർത്താക്കന്മാരൊക്കെ ആകുമ്പോൾ അതേമാതിരി തന്നെ അവർ ചെയ്യുള്ളൂ. ആ പെൺകുട്ടികൾ തന്നെ അവരുടെ ഇച്ചിലും കോരി അടുക്കളയിൽ കടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അവന്മാർ തിരിഞ്ഞു നോക്കുന്നു എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് നമ്മൾ അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ മക്കളാണെങ്കിൽ തീർച്ചയായും അവരുടെ ഭാര്യമാരേനെയും അവർ സഹായിക്കുകയും കാര്യങ്ങളെല്ലാം ഷെയർ ഇട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തോളും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ലക്ഷ്യം. എന്തായി തീരുന്നൊന്നും എനിക്കറിയില്ല. നല്ല രീതിക്ക് നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ വളർത്തുന്നത്. ഫ്യൂച്ചറിൽ എന്തുണ്ടാവും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇത്രയും ചപ്പാത്തി കണ്ടിട്ട് അലഹരപ്പെടണ്ട കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോൾ രാവിലെ കഴിക്കാനുള്ള ടിഫൻ മാത്രമല്ല, സ്കൂളിലേക്കും ചപ്പാത്തി തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കുറച്ച് അധികം എടുത്തിയാണ്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ 4 മണിക്കും കഴിച്ചോളും. ചപ്പാത്തിയും പൂരി ആകുമ്പോൾ ഞാൻ എണ്ണ നോക്കാണ്ട് ഉണ്ടാക്കാറുണ്ട്. പൊടികളെ മറക്കുമ്പോ കണ്ടല്ലേ
സിദ്ധാർത്ഥൻ ആകെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പണിയുള്ളത് ചപ്പാത്തി ചൂടുക എന്നുള്ളതാണ്. മേലിക്കാവാന്നു ഇല്ല, ഒന്നും പറ്റില്ല. അപ്പുറം മറിച്ചിടേ, ഇപ്പുറം വന്നിട്ടില്ല. മറിച്ചിടാൻ നോക്കിയതാ. എന്താ കലശാവാറായി. അപ്പൊ ആൾക്ക് ഇപ്പൊ തന്നെ ദൈവമൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാടിനൊന്നും കാരണം ഇഷ്ടമല്ല. എന്റെ കുട്ടിക്ക് ചാടണൊന്നും ഇഷ്ടല്ല, ഒക്കെ കാണുന്ന ഇഷ്ടാണ്. കാണുന്ന ഇഷ്ടല്ലേ? ഇല്ല, കുഞ്ഞെന്താ കാട്ടണ? അടുപ്പം കണ്ടിരുന്ന് കളിക്കാൻ നിൽക്കരുത്. ഉണ്ണയാ മറിഞ്ഞ നമ്മള് രണ്ടുപേരും പൊള്ളും. ഇപ്പൊ പൂതിക്ക് ചുട്ടു. ഇനി മതി. ഇല്ല, ഞാൻ ഇന്നലെ അമ്മ ഇന്നോട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതെ, ഇന്നലെ 3 പേജ് 2.5 പേജ് എഴുതിയെടുത്ത്. ടീച്ചറൊന്നും ഹോംവർക്ക് ഒന്നുമില്ല. എന്തൊക്കെ ഇംഗ്ലീഷിലുള്ളതോ മലയാളത്തിലുള്ളതൊക്കെ എഴുതിയെടുത്തു. എന്തിന്? വെറുതെ പഠിയാനോ? മോനെ സീരിയസ് അറിയില്ല എന്താണ്ടായിന്ന്. ഞാൻ സ്കൂളിൽ നിന്നും കൂടി 2.5 പേജ് ഒന്നും തരുന്നില്ല. എന്തിലും നോക്കി എന്തെഴുതി? ഡിക്ഷണറി ലേബറിന്റെ എങ്കിലും ഉത്തരവും ചോദ്യവും പഠിപ്പിച്ചാൻ തീരുമാനിച്ചു. 5 മണിക്ക് നിയമിക്കാറില്ലേ? ഞാൻ 5 മണിക്ക് നീച്ച് 5 മണി മുതൽ 5:30 വരെ രണ്ടിനെയും കാറി. പക്ഷെ അത് 5 മണിക്ക് നീപ്പിക്കണം. അന്ന് തണുപ്പുള്ള ദിവസമാണ്. ഞാൻ കുറച്ചേരം കിടക്കട്ടെ. എനിക്ക് പഠിക്കണം എന്നൊരു ടീമുണ്ട്. ഞാനെന്നുള്ള അമ്മയിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത എന്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിയോ? രാവിലെ രണ്ടുപേരും എന്നെ മുതലാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിത്തത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് പറയുമ്പോ എന്നാ ശരി എന്ന് പറയുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അതൊരു വൃത്തിയായിട്ട ശീലം സ്വഭാവമാണ്. അതിന്റെ കുട്ടികൾ മുതലാക്കാൻ തുടങ്ങി. അവർക്ക് മാറ്റണം. വേറെ വഴിയില്ല. നൊനച്ച് നീപ്പിച്ച് പറയാതെ പഠിക്കുന്നില്ല. ആണക്കുള്ള ചപ്പാത്തി പോച്ച്. എങ്ങനെയുണ്ട് എന്റെ കുട്ടീണ്ടാക്കിയ ചപ്പാത്തിയുടെ? എന്നിട്ട് ഞം 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 പറഞ്ഞൊക്കെ തിന്നിട്ടല്ലോ. വിശന്നാ പിന്നെ ഞാനല്ലാതെ ഒന്ന് സാധനം അപ്പൊ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ കണ്ടന്റ് നമ്മുടെ ഫാമിലിയിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിലേ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കമന്റും ഒക്കെ തന്നേക്കണേ. പിന്നെ ആർക്കെങ്കിലും ഒക്കെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറ്റുന്ന മാതിരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് എപ്പോഴും വരണായിരിക്കും. കുടുങ്ങി സിദ്ധുട്ട ഏട്ടന് കഴിക്കാൻ നേരം വൈകിയിരിക്കുക. കളിക്കാനൊക്കെ നീ മറിക്കാൻ ഞമ്മ ചെയ്തോണ്ട് കേട്ടോ. ഇക്ക് ചപ്പാത്തി പരത്താനും ചൂടാനും വേണ്ടാന്ന് ഉണ്ണിയുടെ എനിക്ക് വെറുതെ അല്ല മോളെ. ഇതുണ്ടോ എന്റെ അച്ചൂട്ടന്റെ ചപ്പാത്തി പൊന്തി വന്നിട്ടുള്ളത്? ചൂടുകൊണ്ടാണ് അങ്ങനെ പൊന്തി വരണേ കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെ ചപ്പാത്തി പൊന്തി വരുന്ന ടിപ്പ് പറഞ്ഞു. എന്താ വേണ്ടത്? ഞാൻ തട്ടിത്തറിയാം. പേടിയുണ്ട് എന്റെ കൈ നല്ല പേടിയുണ്ട്. കരി പോയിട്ടില്ല. ഈ ചട്ടി മുറിതെടുത്തിട്ട് നോൺ സ്റ്റിക്ക് പറഞ്ഞു പോരും. ചപ്പാത്തി ഇട്ട് 5 വരെ എണ്ണുക. 1 2 3 4 5. അതേ ടൈമിൽ തിരിച്ചിടുക. 1 2 3 4 5 തിരിച്ചിടുക. എവിടെ പൊന്തിയാണ് കാണിച്ച അരമണിക്കൂർ വെയിറ്റ് ചെയ്യണേ. എന്നിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് തിരിച്ചിടുക. എന്താ ക്യാരറ്റ് ഒന്നും കഴിക്കാത്ത? ക്യാരറ്റ് കഴിക്കണം. എന്താ അങ്ങനെ അതല്ല അങ്ങനെ എന്താ ചട്ടുകം വെച്ചിട്ട് അമർത്തിയിട്ടാണ് പൊന്താൻ. ഓ നിന്റെ ബുദ്ധി വിമാനമല്ല റോക്കറ്റാണ്.
3 മതി മതി, എനിക്ക് ഹിന്ദി മലയാളം അറിയില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഞാനും ആ ചൂട്ടനും ഒക്കെ വർത്താനം പറയണത് കേൾക്കാനായിട്ട് ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ മ്യൂട്ട് ആക്കാണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കണേ, അത് കേൾക്കാൻ നല്ല രസമാണെന്നൊക്കെ പറയലുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഞങ്ങളുടെ വീട്ടിലത്തെ രീതികളൊക്കെ അതേ പാട് തന്നെ എനിക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ചില സമയത്ത് മ്യൂട്ട് ആക്കണതേ എൻ്റെ കുറുമ്പൻ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരാൾ കേൾക്കാൻ പറ്റൂല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കി അവിടെ സംസാരിച്ചതാണ്. ഇത് അവൻ ഉണ്ടാക്കിയ കുട്ടിച്ചാത്തനാണ് കേട്ടോ. എപ്പോഴും ഞാൻ പറയാറില്ലേ, ചപ്പാത്തി മാവ് കൊണ്ട് ഇത്തിരി രൂപങ്ങൾ ഉണ്ടാക്കും, അത് എൻ്റെ ഒരു ഹോബിയാണ്. മസാലക്കറി പതിവ് പോലെ തന്നെ ഞാൻ ചാറാക്കി വെച്ചാണ്. അതിങ്ങനെ കുറുന്തനെ ചോറിനൊക്കെ തൊട്ടുകൂട്ടാൻ പറ്റുന്ന ഒരു കൂട്ടുമാരിയായിട്ടുണ്ട്. നാണം കേടുള്ളൂ. ഇതല്ലേ കുട്ടിച്ചാത്തനാന്ന് കരുത്തില്ലേ? ഏറ്റവും അവസാനത്തെ അവൻ തന്നെ എടുക്കണ്ടാവുന്ന കരുതല്ലേ. എനിക്ക് 2-3 വെക്കിട്ട് അവൻ്റെ കൂട്ടുകാർക്കൊക്കെ വേണ്ടേ? നമുക്ക് വച്ചക്കുള്ളത് ഇനി പരട്ടാൻ ചൂടണം. ഇന്നിപ്പോൾ അനിയച്ചാർ ഏട്ടൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ആക്കണ തിരക്കിലാണ് കേട്ടോ. സ്നേഹം കൊണ്ടൊന്നല്ല, നേരത്തെ കണ്ടില്ലായിരുന്നോ അവൻ ഉണ്ടാക്കിയ ആ കുട്ടിച്ചാത്തല്ലേ, അതിനെ താഴെ വെച്ചിരിക്കുക. ഏട്ടൻ്റെ കൂട്ടുകാരെ തുറക്കുമ്പോൾ കണ്ട് അവനെ കളിയാക്കണം, അതാണ് ഇന്നിപ്പോൾ മൂപ്പരുടെ ഒരു ലക്ഷ്യം. ഒരു 8-10 ആവണോട് കൂടിയിട്ട് ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അവൻ്റെ ബസ്സിൻ്റെ ഒരു സമയം അങ്ങനെയാണ്, ഇത്തിരി നേരത്തെയാണ്. പിന്നെ 9:30-ക്കൊക്കെയാണ് ബസ്സുള്ളത്. അതിന് പോയി കഴിഞ്ഞാൽ സ്കൂളിലെത്താൻ വൈകുകയും ചെയ്യും. രണ്ടുപേരും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ഏകദേശം പണികളൊക്കെ ഒരുക്കിയിട്ട് മേലേക്ക് കയറിയിരിക്കുകയാണ് പെൺകുട്ടിക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പ്ലേറ്റിലാക്കി വെച്ച് കൊടുത്തപ്പോൾ കഴിക്കണേ ഇല്ല. അപ്പം ഞാനൊരു പിടി പെഡിഗ്രി എടുത്തതാണ്. അപ്പം അത് വാരി കൊടുത്തപ്പോൾ തിന്നുക. ഞാൻ വാരി കൊടുക്കൽ നിർത്തിയപ്പോൾ ഓളുടെ കഴിക്കലും നിർത്തി. ചില സമയത്ത് അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയാണ് കേട്ടോ. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വരിക. അപ്പം ഞാൻ ഉണ്ണി സെറ്റിലിരുന്നോ, അമ്മയ്ക്ക് പണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഇരുന്നു. ഒത്തിരി നേരം കൂടെ ഞാൻ കൂടെ ഇരിക്കണം, അവളെ കൊഞ്ചിപ്പിക്കണം എന്നൊക്കെ കൊതി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് താഴെ പോയിട്ട് മിട്ടൂനെയും കിട്ടൂനെയും നോക്കണ്ടേ. അപ്പോൾ ഓളെ തന്നെ ഇരുന്ന് സമയം ചിലവഴിക്കാൻ പറ്റൂലല്ലോ. കുറച്ച് നേരം ഓളെ കളിപ്പിച്ച് ഓളെ അവിടെ മേലെ കൂട്ടിലാക്കിയിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി. മിട്ടൂൻ്റെയും കിട്ടൂൻ്റെയും അവസ്ഥ പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ, കഴിഞ്ഞ വ്ളോഗിലല്ല അതിൻ്റെ മുന്നത്തെ വ്ളോഗിൽ അല്ലേ, എന്ന് വെച്ചാൽ അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. നല്ലോണം ഇങ്ങോട്ട് ശരിയായി കിട്ടിയിട്ടില്ല കേട്ടോ. മിട്ടു ഓക്കെയാണ്, എന്ന് വെച്ചാൽ ആ വാലിങ്ങനെ നല്ല തടിയുള്ള കുട്ടി. കിട്ടുവാണ് വാലിങ്ങനെ മെല്ലിച്ച കുട്ടി. കിട്ടുവിനാണ് ഇത്തിരി പ്രശ്നം, പാലും വല്ലാണ്ട് കുടിക്കുന്നില്ല, ഒട്ടും ആക്റ്റീവ് അല്ല, പഴയ സൗണ്ടും ഉഷാറും ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിനെ പറഞ്ഞിങ്ങോട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. എന്തും സംഭവിക്കുക, നമ്മൾ നോക്കാനുള്ളത് നോക്കുക, പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. ഭേദമുണ്ട് കേട്ടോ. മുന്നേ ഒട്ടും പാൽ കുടിച്ചിരുന്നില്ല, ഇപ്പം ഇങ്ങനെ ഇത്തിരി പാലൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ വയറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇടങ്ങാറാവും. ഞാനീ പറഞ്ഞ ഇങ്ങോട്ട് അമ്പലത്തേക്ക് പോലും വഴിപാടിട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഈ ജന്തുക്കൾക്കൊക്കെ വയ്യെങ്കിൽ വഴിപാടിടുന്ന ഒരു അമ്പലമുണ്ട് അത്ര. അപ്പോൾ അണക്കൊട്ടന്മാരായിരുന്നു തേറി കിട്ടിയ വയ്യായിന്നൊക്കെ തേറി കിട്ടിയാൽ അവിടെ വഴിപാടിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിനപ്പുറം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ ആലോചിച്ച് ആദ്യം പിടിച്ചിക്ക് വല്ല വയ്യായും വരുത്തരുത് എന്ന് പ്രത്യേകം അമ്മയായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. രാവിലത്തെ അങ്കംവെട്ട് കഴിഞ്ഞിട്ടുള്ളൂ, ഉച്ചാകുമ്പോഴത്തേക്ക് ഒന്നും കാലാക്കിയിട്ടില്ല കേട്ടോ. ഏട്ടൻ കഴിക്കാൻ വരുമ്പോഴത്തേക്ക് കറിയും കാര്യങ്ങളൊക്കെ ആക്കണമല്ലോ. അപ്പോൾ നമ്മൾ നോലനാണ് വെക്കുന്നത്, കുമ്പളങ്ങയും മത്തങ്ങയും കൂടെ. അപ്പോൾ ചീനമുളകൊക്കെ കലയിൽ ചതച്ചിട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. മുളകുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ തൊടിയുള്ള മുളകൊക്കെ അറുത്ത് വന്നതാണ്. അത്ര മൂത്തിട്ടൊന്നുമില്ല, എന്നാലും എല്ലാം കൂടെ കുത്തി ചതച്ചപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ആയിട്ടോ. കുമ്പളങ്ങ നമുക്ക് അപ്പുറത്ത് എടുത്തുമ്പോൾ തന്നെയാണ്. മത്തങ്ങ നമ്മൾ ഒരു കിറ്റ് പച്ചക്കറി കൊണ്ടുവന്നിരുന്നു ഏട്ടൻ, അതിന് കിട്ടിയാണ്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ഓലനാക്കി കഴിഞ്ഞാൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് കണലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ അടുപ്പത്ത് തന്നെ ആക്കിയാണ്. അടുപ്പ് കത്തി കിട്ടാനാണ് പാട്. കത്തി കിട്ടിച്ചാൽ കുക്കിങ്ങിന് ഏറ്റവും നല്ലത് അടുപ്പ് തന്നെയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അടുപ്പത്ത് ഉണ്ടാക്കുന്നതിനൊക്കെ വേറൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അല്ലേ. എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ആ ഒരു മൂട്ടിൽ മാത്രം ഇങ്ങനെ കത്തിയിട്ടല്ലേ നമ്മൾ സാധനങ്ങളൊക്കെ വേവിച്ചെടുക്കുക. ഇതാകുമ്പോൾ 4 പുറം ഇങ്ങനെ ആളി കത്തുമല്ലോ. ഈ അടുപ്പല്ല, സാധാ അടുപ്പുണ്ടാവില്ലേ, നമ്മളെ ഇഷ്ടിക അടുപ്പും പുറത്തൊക്കെ വയ്ക്കുന്ന സാധാ കല്ലടുപ്പൊക്കെ, അങ്ങനെയുള്ളതിലാണെങ്കിൽ ഒന്നുകൂടെ 4 പുറം പാത്രത്തിൻ്റെ കത്തി അതിൻ്റെ ആ
പാത്രത്തിൽ വെച്ചിട്ടുള്ള സാധനം നല്ല മെനക്ക് വെന്ത് കിട്ടും. ഇതൊക്കെ ആകുമ്പോഴും ഈ പറഞ്ഞ കൂട്ടും ഗ്യാസുമൊക്കെ വെക്കുന്ന മാതിരി അതിൻ്റെ ആ ഒരു മുടുഭാഗത്ത് മാത്രമേ തീ കൊള്ളുള്ളൂ. ബാക്കി 4 പുറത്തേക്കൊന്നും തീ ആളി കത്തൂലല്ലോ. ഇന്നിപ്പോൾ മീനും മേടമൊന്നും ഇല്ല കേട്ടോ. ഓലനും പിന്നെ ചോറിന് ഒഴിച്ച് കഴിക്കാനായിട്ട് പീച്ചിങ്ങ കൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് കരുതി. അതും കിട്ടിയാണ്. തോനെയൊന്നുമില്ല, ഒരു 2 പീച്ചിങ്ങയുടെ പകുതി കേടാണ്, പകുതി അങ്ങനെ എടുത്ത് നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓലനിക്കുള്ള തേങ്ങയൊക്കെ ചിരകി തേങ്ങാപ്പാൽ എടുക്കുകയാണേ. എന്നുവെച്ചാൽ നമുക്ക് കറിക്കും വേണം തേങ്ങാപ്പാൽ, ഓലനിക്കും വേണം. അപ്പോൾ ഉള്ള തേങ്ങ കൊണ്ട് ഞാൻ കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാലാക്കി എടുത്തതാണ്. ശരിക്കും ഓലനിക്കൊക്കെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് വെള്ളം തളിച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഒഴിക്കേണ്ടത്. അപ്പോഴാണ് ഓലൻ നല്ല രുചി ഉണ്ടാവുക. പക്ഷേ ഞാനുണ്ടാക്കാൻ പോകുന്ന കറിക്കും തേങ്ങാപ്പാൽ ആവശ്യമുള്ളത് കൊണ്ട് ഉടായ്പ പരിപാടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തേങ്ങ നല്ല കുറവാണ്, അതുകൊണ്ടാണ് തേങ്ങാ പിശുക്ക് തുടങ്ങിയിട്ടുള്ളത്. മുന്നത്തെ നമ്മുടെ വ്ളോഗൊക്കെ കണ്ടവർക്കറിയാം, നമ്മൾ ഈ ഒരു കുഞ്ഞ് അടുക്കളയിൽ തന്നെയാണ് ഗ്യാസ് അടുപ്പും വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അടുപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലൊരു റാക്കുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പറ്റുന്ന ഒരു റാക്കാണ്. അതിന്മേൽ തന്നെയാണ് ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞടുക്കളയിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിലും പണികളും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ നമ്മൾ ആ ഒരു വാൾപേപ്പറൊക്കെ മേടിച്ച സമയത്ത് നമ്മൾ ഒരു ന്യൂ കിച്ചൺ മാതിരി ആ ഒരു അടുക്കളയെ റെഡിയാക്കി അങ്ങോട്ട് മാറിയാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കുക്കിങ്ങും പാത്രം കഴുകലും ഒക്കെ ഒപ്പം അങ്ങോട്ട് കഴിയും. അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ചത് കരിഞ്ഞ് വിട്ടാവും. അതുകൊണ്ട് പാത്രം കഴുകാനുള്ളതൊക്കെ വെച്ചുണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷമേ നടക്കാറുള്ളൂ, അത്രയേ ഉള്ളൂ. എന്നാലും പ്രശ്നമില്ല, ഒക്കെ തൊട്ടാവുകൊണ്ട് നമുക്കിങ്ങനെ മണ്ടിച്ചാടി ഓടി നടന്ന് എല്ലാം പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഗ്യാസും കുറ്റി കാലിയായപ്പോൾ പെട്ടെന്നല്ലേ നമ്മൾ ഈ കുഞ്ഞടുക്കളേക്ക് വെച്ചുണ്ടാക്കൽ മാറ്റിയത്. അതുകൊണ്ട് തന്നെ ക്ലീനിങ് ഒന്നും നല്ല രീതിക്ക് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളുടെ ആ ഒരു വിതനയുടെ ടൈലൊട്ടിച്ച ഭാഗത്തൊക്കെ നല്ലോണം പൊടിയും എന്താ പറയുക മറാലൊക്കെ പിടിച്ച് വൃത്തികേടായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തുടച്ചേ ഉള്ളൂ വെച്ചുണ്ടാക്കാനായിട്ട്. ആ ടൈലൊക്കെ ശരിക്കും നല്ലോണം ചകിരിയൊക്കെ വെച്ച് ഉരച്ച് വൃത്തിയാക്കി മെനയാക്കി ഒന്നുകൂടെ നിറമൊക്കെ വെച്ച് നല്ല ചന്താവും. അപ്പം ഇനി അതൊക്കെ ഒന്ന് ആക്കണം. എന്തായാലും അടുക്കള യൂസ് ആക്കാമെന്ന് ഉറപ്പിച്ചുല്ലോ. വർഗമൊക്കെ ഉണ്ട്, അതൊക്കെ കുറേ ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പുറം കൂടെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കാനായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ചോറിന് ഒഴിച്ച് കഴിക്കാൻ പീച്ചിങ്ങ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ. പീച്ചിങ്ങ പല തരത്തിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ തോരനാക്കും, ചിലപ്പോൾ കറി വെക്കുമ്പോൾ പരിപ്പിട്ട് തേങ്ങ അരച്ച് പറഞ്ഞ് അങ്ങനെ ആക്കാറുണ്ട്. ചിലപ്പോൾ ഉള്ളിയും തക്കാളിയും വഴറ്റി പീച്ചിങ്ങ അതിലിട്ടിട്ട് നല്ലോണം വാട്ടി കുറുക്കി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഇന്നിപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതും പച്ചമുളക് കീറിയതും വലിയൊരു തക്കാളി നുറുക്കിയതും അത്രയേ വേണ്ടുള്ളൂ. ഉള്ള ഒരു കറിവേപ്പിലേ വേറെ എന്താ ഉള്ളിച്ചാൽ അതൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മാതിരി പറഞ്ഞതന്നേ ഉള്ളേ. നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളിച്ചാൽ അതും വെച്ച് കറി വെക്കുക, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ വെള്ളുള്ളി വെളിച്ചെണ്ണയിൽ വഴറ്റി കൊടുക്കുകയാണ്. വേണേൽ 2 മണി ഉലുവ പൊട്ടിച്ചാലും ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. വെറുതെ വലിയ ഉള്ളി വെളിച്ചെണ്ണയിൽ നല്ലോണം വഴറ്റി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പിന്നെ എൻ്റെ അടുക്കളയിൽ എന്താ ഉള്ളിച്ചാൽ അതെല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്. കറിവേപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഉള്ളി വാട്ടിയിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് പൊടികളുടെ മസാലക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ എന്ന് പറഞ്ഞാൽ അലവാരം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലാകെ മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് ആവും. ഞാനിപ്പോൾ വെറും മുളകും മഞ്ഞളും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓൾറെഡി ഞാൻ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ കാണിക്കാത്തതാണ്, വിട്ടുപോയാണ്. പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടില്ല, അതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തീ നല്ലോണം കമ്മിയാക്കിയിട്ട് പൊടികൾ ഒന്നായിട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന വലിയ തക്കാളി ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ തക്കാളി അതിൽ കടന്ന് നല്ലോണം വഴറ്റി വേവിച്ചെടുക്കുക. ശരിക്കും നമ്മളിങ്ങനെ കറി വയ്ക്കുമ്പോഴേ ആ തക്കാളി ആണെങ്കിലും അതുപോലെ പിച്ചിങ്ങ ആണെങ്കിലും ഒക്കെ അതിൽ കടന്ന് നല്ലോണം വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയമെടുത്ത് മെല്ലെ സാവകാശം വെച്ച് കഴിഞ്ഞാൽ കറിക്ക് ഇത്തിരി ടേസ്റ്റൊക്കെ കൂടും കേട്ടോ. തീയൊക്കെ ഇത്തിരി കമ്മിയാക്കി വേവിച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ട് ചെയ്യുമ്പോൾ ടേസ്റ്റൊക്കെ അങ്ങോട്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം വന്നപ്പോൾ ഞാൻ പിച്ചിങ്ങ നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി മൂത്ത ഒരു പീച്ചിങ്ങയായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ വഴറ്റി ഒരു 3/4 ഭാഗം വേവാക്കി എടുക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടുള്ളൂ. പക്ഷെ എൻ്റെ കെട്ടിയോനെ എനിക്ക് സ്വരം തരുന്നില്ല. കൊല്ലായത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എടി നീ വേഗം വേവിച്ചെടുക്കുക, അതൊക്കെ എനിക്കത് കഴിച്ചിട്ട് വേണം ട്രിപ്പിന് പോകാനായിട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇല്ലാണ്ടെങ്കിൽ ഓല മാത്രം കാട്ടുക, അത് കഴിച്ചിട്ട് ഞാൻ പൊക്കോളാം. അപ്പോൾ ഞാൻ ഇതായി എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിരിക്കുകയാണ് കേട്ടോ.
ഓലൻ വെന്തയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് ഇളക്കി കൊടുത്തു. ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അത്രേ വേണ്ടുള്ളൂ. അതിനുശേഷം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ പീച്ചിങ്ങ വേവിച്ചെടുക്കണം കേട്ടോ. ഞാനത് വിട്ടുപോയാണ് വീഡിയോ എടുക്കാനായിട്ട്. ആ വെന്ത് കുറുകിയാണ്, വെള്ളം വറ്റിയ അതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങാപ്പാൽ കുറച്ച് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ആ തേങ്ങാപ്പാൽ ഒഴിക്കുക, അത്രേ വേണ്ടുള്ളൂ. വേണേൽ കുറച്ച് വെളിച്ചെണ്ണയും ഒറ്റിച്ച് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പീച്ചിങ്ങ കറി, മസാലക്കറി മാതിരി റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒറ്റ നേരത്തേക്കാണെങ്കിൽ അടിപൊളിയാണ്, 2 നേരത്തേക്കാണെങ്കിൽ ചിലർക്ക് മട്ടിക്കൊന്നും ചെയ്യില്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒന്ന് നമ്മുടെ കറികളും നമ്മുടെ വ്ളോഗും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടി വയ്ക്കണേ. നിങ്ങളുടെ സപ്പോർട്ടിക്ക് അത്യാവശ്യമാണ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.